ഗായ്സ്, അലൻ ഐബക് ആദ്യമായിട്ട് കൊല്ലത്തോട്ട് പോവുകയാണ്. കൂടെ നമ്മുടെ അലേഹ ഓൾറെഡി കൊല്ലത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അലൻ ആദ്യമായിട്ടാണ് അലൻ്റെ അമ്മായിയുടെ വീട്ടിലേക്ക് പോകുന്നത്. അനക്കൊരമ്മായി ഉണ്ട്, ഒരമ്മായി തമിഴ്നാടും വേറെ അമ്മായി കൊല്ലമാണ്. യാത്രകൾ ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ്. അങ്ങനെ യാത്രകൾക്ക് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട്. അല്ലാ, കണ്ണാട പൊട്ടിച്ചോ? ഈ ഒരു ഡാൻസ് കളിച്ചാ നോക്കട്ടെ. കുഞ്ഞിൻ്റെ അച്ഛനൊരു കച്ച വാങ്ങാൻ പോയി കൊച്ചിയിലെ കൊച്ചലയിൽ തോണി മുക്കിപ്പോയി, കണ്ടിരുന്ന ചെമ്പരുന്ത് റാഞ്ചിക്കൊണ്ട് പോയി. നമ്മള് കൊല്ലത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ ഇറങ്ങാൻ പോകുന്നത് 1 മണിക്കാണ്. നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് സ്വീപ്പായി, കുറച്ച് ഇവിടെ ഒരുങ്ങി വരലും അതിൻ്റെ ഇടയിൽ കാറിൻ്റെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീർത്ത് വന്ന് നമ്മുടെ കാറിലല്ല പോകുന്നത്, നമ്മൾ ഫ്രണ്ടിൻ്റെ കാറിലാണ് പോകുന്നത്. അപ്പോൾ അത് എടുക്കാൻ പോകും. മൊത്തത്തിൽ ഞാൻ ഈ ടൈമിനാകുമ്പോഴേക്കും നമ്മൾ പുതിയ കാറ് കിട്ടുമെന്ന് വിചാരിച്ചാണ്. പക്ഷെ അത് കിട്ടിയില്ല. അതുകൊണ്ട് ഫ്രണ്ടിൻ്റെ കാർ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, സിനുവിൻ്റെ ഇവിടുത്തെ കാർ കൊണ്ടല്ല പോകുന്നത്. കാരണം എന്താ വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കുമാണ്. പിന്നെ പോരാത്തതിന് ഇത്രയും ലോങ് പോകുമ്പോൾ കുറച്ചും കൂടി വലിയ കാറ്, ഹൈറ്റുള്ള കാറും യാത്രാ സൗകര്യം കൂടി കൂടുതൽ വേണം. അങ്ങനത്തെ കാർ എടുക്കണം. ഓക്കെ, ആ കാറ് മോശം എന്ന് പറയല്ല കേട്ടോ, അത് പറ്റും, എല്ലായിടത്തും കൂടി പറ്റും. പക്ഷെ അത്രയും ദൂരം എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഹൈറ്റും വെയിറ്റ് ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ചെറിയ കാറ് ഒരുങ്ങി തൂങ്ങിയിരിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ കാർ എടുക്കുക, നമ്മളെ യാത്രാ കംഫർട്ടും കൂടി നോക്കണമല്ലോ. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഉമ്മ റെഡി ആയിട്ടുണ്ട്, അലൻ റെഡി ആയിട്ടുണ്ട്, അലേഖ റെഡി ആയിട്ടുണ്ട്, സിനു റെഡി ആയിട്ടുണ്ട്. നമ്മൾ പോകുമ്പോൾ സാധാ ലുക്കിലാട്ടോ പോകുന്നത്. കാരണം യാത്ര എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഏകദേശം 11 മണിക്കൂറോളം നമുക്ക് യാത്രയുടെ നിർത്തിയിട്ടേ പോകാൻ പറ്റില്ല. ഞാൻ ഒറ്റയ്ക്കേ ഡ്രൈവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ യാത്രയൊക്കെ സുഖകരമാകാൻ നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഗായ്സ്, തൊള്ളിയും വിളി കൂട്ടിയിട്ട് ടോയ്സുകളൊക്കെ എടുത്തോളിട്ടോ പോവാ. ഉമ്മാക്ക് എന്താന്നറിയില്ല, മകളോടക്ക് പോകണമെന്നിട്ട് ഭയങ്കര സന്തോഷം. എടുത്തോ, സർപ്രൈസ് എടുത്തോ, മകൾക്കുള്ള സർപ്രൈസ് എടുത്തോ. മകൾക്കുള്ള കുട്ടിക്ക് ഏറ്റവും മൂല്യം കൂടിയത് ഉമ്മയായിട്ട് ഈ പെരേന്ന് കൊടുക്കണത്. ഓക്കെ, നമ്മൾ ഒരു സാധനം കൊടുക്കുന്നുണ്ട്, അതാ അവിടെ അട്ടപ്പെട്ടിയിലിരിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് അവിടുന്ന് കാണാം അല്ലേ. നിങ്ങൾക്ക് യാത്ര പോകുമ്പോൾ എന്തെങ്കിലും ടെൻഷൻ കിട്ടോ? എന്തത്രയും ദൂരം ഇരിക്കണമെന്നോ? കാലിന്റെ മുട്ട് വേണമെന്ന് പറഞ്ഞാൽ അപ്പം നിർത്തുക, കുറച്ചു നേരം നടക്കുക, പിന്നെയും കയറുക. സമയം എത്ര ആയാലും കുഴപ്പമില്ല, നമുക്ക് മെല്ലെ പോയാൽ മതി കേട്ടോ. സ്ലൈറ്റ് ബൊമ്മക്കുട്ടികളൊക്കെ എടുത്തോ. ഗിഫ്റ്റിന് പ്രാധാന്യമല്ലേ, നമ്മളവിടെ എത്താന്നുള്ളതാണ്. ഗിഫ്റ്റൊക്കെ നമുക്ക് ഒലിക്കിഞ്ഞ് ഇവിടെ വരുമ്പോൾ കൊടുക്കാം. ഓക്കെ, എന്നാ നിങ്ങളെ സാധനമൊക്കെ എവിടെ? മരുന്നും കുളിക്കൊക്കെ എടുത്തില്ലേ? ഒക്കെ എടുത്തില്ലേ? ഇതിൽ ഞാൻ ആരെങ്കിലും എന്തെങ്കിലും എടുക്കാണ്ടോ? സിർലാക്ക് ഇനി വേറെ വാങ്ങണോ? ഒരു മറ്റേ പാല് വാങ്ങിയാലോ? കംഫേർട്ടിന്റെ പാല് വാങ്ങിയാലോ? അതാവുമ്പോ എന്നാ പിന്നെ അത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഓൾറെഡി ഫിൽറ്റർ ചെയ്ത പാലാണ്. കുപ്പി എടുത്താൽ മതി. അതെ, ബിറ്റക്കൊക്കെ ഓരോ 2 ഡ്രസ്സും പാടെ കൈ പിടിച്ചോട്ടോ. ഇതൊക്കെ അവിടെ എത്തുമ്പോഴേക്ക് എന്തൊക്കെ ഉണ്ടാക്കി തീർക്കും. വണ്ടിയിൽ ഒതുങ്ങിയിരുന്നില്ലെങ്കിൽ 2 എണ്ണത്തിന് ഞാൻ പിടിച്ച് പുറത്തേക്ക് ഇടും. അപ്പോൾ ഗൈസ്, അലൻ ആദ്യമായിട്ടാണ് വരുന്നത്. അലനൊക്കെ എന്താണ് വണ്ടിയിൽ കാട്ട്? ഈ 100-700 ഉറുപ്പിന്റെ സ്ലൈറ്റ് ആണ് അത്. അതൊരു കാലം എടുക്കണേ അവിടുന്ന്. അതൊക്കെ എന്താ ഒരു അനുസരണ. ഈറാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല ചവിട്ടിന് കൊടുക്കണ്ടോ? അടി വേണോ? കൊമ്മലിച്ച് ലാളിച്ചിട്ട് തല്ലിയ ഓളമ്മനെ തല്ലില്ലല്ലോ, തല്ലലൊക്കെ ഇന്നെയാണ്. ഇവിടെ നല്ല പൂസ കൊടുക്കും, അതുകൊണ്ട് ഓളെ തല്ലില്ല. അതെ, അമ്മനൊരു അടി കൊടുത്ത അമ്മനെ നോക്കിക്കണുണ്ടോ? കണ്ണാടിട്ട സ്റ്റൈലാക്കി. സോഫി ഓലെപ്പോഴാ ഇറങ്ങണ ചോദിച്ചോക്ക്, ഓലെപ്പോഴാ ഇറങ്ങണേ? ഹലോ, ഇറങ്ങിയിട്ടില്ല. നിങ്ങൾ എത്തിയാലും ഞങ്ങളവിടെ എത്തൂല. ഓല എത്ര മണിക്ക് ഇറങ്ങണേ? 8 മണിക്ക് രാത്രിയോ? അപ്പൊ നമ്മള് ഇറങ്ങ അയ്പൂ പോരാ. എടി, അയ്പൂന് ഷോക്സോ ചെരുപ്പ് എന്തെങ്കിലും ഉണ്ടോ? എന്നാ പോകുമ്പോ അലയൊക്കെ ഒരു ചെരുപ്പ് വാങ്ങണം, എന്തെങ്കിലുമൊക്കെ വാങ്ങാണ്ടോ? അലാനൊക്കെ ഡ്രസ്സ് വാങ്ങണ്ടേ? അലാനൊക്കെ ഒരു ഡ്രസ്സ് വാങ്ങണം. അപ്പൊ ഗൈസ്, നമ്മുടെ ഗിഫ്റ്റ് പെട്ടിയിലാണ്, ഒരു വെറൈറ്റി ഗിഫ്റ്റാണ്. ഞങ്ങൾ അവിടെ എന്താ ഇല്ലാത്തത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള സാധനം കേട്ടോ വാങ്ങിയത്.
ഇതാ ഇവിടെ എലിയൊക്കെ കൂത്തി. ഈ അലേഹന്റെ പണിയാണ്. അലേഹ ഇവിടെ എന്തൊക്കെ കാട്ടി നോക്കിയത്. ഇത് എന്ത് ഗിഫ്റ്റ് കൊടുത്തത് കുറഞ്ഞോ? ഗിഫ്റ്റ് ഏറ്റവും മൂല്യം കൂടുതൽ ഗിഫ്റ്റ് ഈ വരെയെന്ന് ഒരാൾ കൊടുക്കുന്നുണ്ട് ഗൈസ് അല്ലേ? ആ ഉമ്മ കൊടുക്കുന്നുണ്ട് നല്ലൊരു ഗിഫ്റ്റ്. പിന്നെ ആളുമ്മ ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെ ഗിഫ്റ്റായി അല്ലേ അല്ലേ? പിന്നെ ഗൈസ് ഇപ്പം എൻ്റെ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുക്കലാണ്. പിന്നെ അതുപോലെ തന്നെ ഉമ്മാക്കിപ്പോൾ ഒരു വളം എടുത്തു. ഉമ്മൻ്റെ കയ്യിൽ വളം ഉണ്ടാക്കണ്ട പോകുമ്പോൾ തിളങ്ങിയിട്ടാകുമ്പോൾ അതൊക്കെ എടാ യാ മോളെ ഈ മാല സ്വർണ്ണ ഒരു ഞാൻ ഏതാ അത് സ്വർണ്ണ അറിയില്ല സ്വർണ്ണ. പിന്നെന്താ അതൊക്കെ സ്വർണ്ണം എടുത്ത് വെച്ചെടുക്കാൻ അമ്പടി കളി. ഇപ്പൊ ഒന്നുമില്ലാത്തത് എനിക്ക് മാത്രമാണ് ഗൈസ്. പോരി എന്നാ ഇനി വിളിയൊക്കെ ഇനി വണ്ടി പോകുമ്പോ വിളിക്കാം. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോരി 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 പോരി. എല്ലാ വാതിലുകളൊക്കെ അടച്ചില്ലേ? ഇതിന് വേണ്ട ആയിരിക്കും. ഇത് ഉമ്മ പോകുമ്പോ മാത്രമേ ഉള്ളൂ. വരുമ്പോ ബിറ്റുകളൊക്കെ പിടിക്കണം എന്നുണ്ടെങ്കിൽ കാർ സീറ്റ് വേണം. അതിന്റെ ആരോ ഒരു തുള ഇട്ടിക്കണേ. തൽക്കാലം ഒരു സ്റ്റിക്കർ വെച്ച് പിടിച്ചിക്കണേ. ആ ഈ ഫോർക്ക് പിടിച്ചോ. ഒരു കത്തി എടുക്ക്. ഫ്രൂട്ട്സ് എത്തണം. എനിക്ക് ഫ്രൂട്ട്സ് വേണ്ടേ? ഒക്കെ എടുത്തോ. എല്ലാം എടുത്തോളി. പോരും പോരും പോരി. അങ്ങനെ വണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ കണ്ടമാന സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ട്. ഒക്കെ നമ്മുടെ ഡ്രസ്സ് 2 ദിവസത്തിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. എൻ്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ എൻ്റെ 2 ദിവസം ജിമ്മ് പോകുന്നുള്ള സങ്കടമാണ്. വേറെ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ? അയബുക്കണോക്കാ ആ ചെറിയ കത്തി. തൽക്കാലം എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് വാങ്ങി എനിക്ക് ഉറക്കം വരുമ്പോൾ ചെത്തി തന്നാൽ മതി. ഞാൻ തിന്നുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ കടല് പണ്ടൊക്കെ ഞാൻ എനിക്ക് ഉറക്കം വരുമ്പോൾ കടലേ തിന്നാ. അത് ടിഫിൻ ബോക്സുകൾ എടുത്തോ. ഇവിടെ പപ്പായൊക്കെ കേടരും അല്ലേ? പക്ഷെ അത് കൊണ്ടുപോകാനും പറ്റില്ല. ആപ്പിളൊക്കെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേത് വെള്ളമാവും. എന്നാ ഓരോന്ന് എടുത്ത് കയറി പോരും കൊണ്ടുപോവാ. അലേഹ എടി അതിനാ ബോട്ടി എടുക്കണോ? കക്കൂസൊക്കെ വണ്ടിയിലാക്കേണ്ടി വരും. ഒരു ബോട്ടി എടുക്കണോ? ബോട്ടി എടുക്കണോ? അല്ലേ ഈ വണ്ടി കാണുമ്പോൾ എൻ്റെ വണ്ടി ഓർമ്മ വരിക. നിങ്ങൾ വിചാരിക്കണ്ടാവും ന്യൂഫിൽ വണ്ടി വിറ്റില്ലേന്ന്. ന്യൂഫിലിൻ്റെ അതേ വണ്ടിയാണ് കൈസ് ഇവിടെ ഇരിക്കുന്നത്. അതായത് വണ്ടിയുടെ നമ്പർ മാത്രം മാറ്റുന്നുണ്ട്. വണ്ടിയൊക്കെ സെയിം വണ്ടിയാണ്. ഓക്കെ അപ്പോൾ ഈ വണ്ടി സെയിൽ ചെയ്യാനുള്ള വണ്ടി കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളെ ഫ്രണ്ടിൻ്റെ വണ്ടി തന്നെയാണ്. ആകെ 44,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നല്ല അടിപൊളി ഡ്രസ്സാണ്. ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്നാൽ ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞോ? ഇനി ഇതല്ലേ നമ്മുടെ മെയിൻ സംഭവം. അതായത് കാർബെഡ്. വരുമ്പോൾ ഞാൻ ഈ കാർബെഡ് വീർപ്പിച്ചെങ്ങാണ്ട് അലേഹനി ഐബൂനി ബാക്കിലോട്ട് തട്ടു. മറ്റേന്താ വെച്ചാൽ ഓല് ഡ്രൈവിംഗ് സീറ്റുമ്പോൾ കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഗൈസ്. ഒരാളും കൂടി ഓടിക്കാണ്ടെങ്കിൽ ഒരു സുഖമല്ല കേട്ടോ. നല്ല അടിപൊളി യാത്രയായിട്ട് പോരാ. പക്ഷേ ഇത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് പോരണം. മറ്റേ നിജാസ് പോകുമ്പോൾ എന്താ വെച്ചാൽ നിജാസ് ഉപ്പയും കൂടിയും ഡ്രൈവ് ചെയ്യും. അതുകൊണ്ട് ഓലിക്ക് നല്ല സുഖമാണ്. ഇത് ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യണം. ഇവര് ഉമ്മ സീനോ ആരെങ്കിലൊക്കെ ഡ്രൈവിങ് പഠിക്കാൻ വെച്ചാൽ എനിക്ക് സുഖമാണ്. എന്താ ഇവിടേക്ക് പോകുന്നത്? എന്താ പാത്രമൊക്കെ എടുത്ത് നടക്കണ? കേറി എന്നാലും ഓളത് അവിടെ പോയി എടുത്തു കൊടുന്നു കേട്ടോ. ഞാൻ എന്താ എടുക്കാനുള്ളത്? കഴിഞ്ഞില്ലേ ഗൈസ്? അങ്ങനെ ഒരുവിധം ലോഡായി. ഇത് നമ്മളെ ബെഡിൻ്റെ തലയാണ്. ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ സെറ്റായി. പിന്നെ എല്ലാം നിറച്ചു. ഇനി ബാക്കിൽ അത് വെക്കണോ? പമ്പൈസ് വെക്കണോ? കൊണ്ടുപോവാ. ഇത് ശരിക്കും ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കുന്ന ഫീലായിപ്പത്. അത്രയും സാധനം ഇതിലുണ്ട്. അടിച്ചോ ആയില്ലേ? എന്നാ ബിസ്മി ചെല്ലാണ്ട് കേറിക്കോളി. കേറി കേറി പോവാ. ഇതൊക്കെ വണ്ടിയിൽ ഒതുങ്ങിയിരിക്കണം കേട്ടോ അലേഹ. ഓക്കെ പറ. ഏത് ഉമ്മാക്ക് അവിടെ സുഖം. കാരണം ഫ്രണ്ടില് നല്ല വെയിലാ. ബാക്കിലാ? ഫ്രണ്ടിലാ ബാക്കിലാ? ഗൈസ് അപ്പൊ എന്തായാലും യാത്ര തിരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ യാത്ര എന്റെ വണ്ടിയിൽ ഇരിക്കണ എടുത്തോണ്ട് പോവാ. നല്ല വെയില. അത് നല്ല കുറച്ച് ബുദ്ധി വെച്ചിട്ട് ഉണക്ക്. ബുദ്ധി ഇതാ വന്നേ. ഒക്കെ ഡ്രൈവിംഗ് ആരാ ഊണ്. ഒക്കെ ഡ്രൈവിംഗ് സീറ്റിന്റെ ആൾക്കാരാ. ഞമ്മ ബാക്കിലിരുന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രശ്നം. നിങ്ങക്ക് ഫ്രണ്ടിൽ ഇരിക്കണോ?
എന്നാലും പറഞ്ഞതാ. നിങ്ങള് കാല് നീട്ടിയാണ്ട് ഇരുന്നോളി അവിടെ. ഇപ്പൊ ഞാൻ അവിടെ എത്തി കിട്ടാൻ നോക്കി കാല് നീട്ടി അവിടെ ഇരുന്നിട്ട് ആ തലയിലും വെച്ച് കടന്നോളി. കടന്ന തല ഛർദിക്കുന്നു. വണ്ടിയിൽ കടന്നു. ഇത് കുഴപ്പമില്ല, പക്ഷെ ഇതാ ഒന്നും കൂടി ഭംഗി തോന്നുന്നുണ്ട്. ഇതിന്റെ ചെറുതില്ലല്ലോ. അങ്ങനെ നമ്മൾ എവിടെ എത്തി? ഇത് എത്ര നേരം? ഓരോ സാധനങ്ങൾ വാങ്ങാൻ നിർത്തിയിട്ട് ഗൈസ് എന്തൊക്കെ വാങ്ങി? നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ കയറി, പിന്നെ എനിക്കുള്ള പ്രോട്ടീനും കാര്യങ്ങളൊക്കെ വാങ്ങണ്ടേ, അത് വാങ്ങി, ഫുഡ് വാങ്ങി, ചോറ് കഴിക്കാൻ ഇല എത്തിക്കുക ഒക്കെ കഴിച്ചിട്ടൊക്കെ പോയത്. മെല്ലെ പോവാൻ നമുക്ക്. നിങ്ങൾക്ക് അർജന്റ് കൂട്ടിട്ട് എന്താ ഉറങ്ങുന്നുള്ള പേടിയുണ്ടോ? അപ്പം എന്തായാലും ഗൈസ് യാത്ര വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഈ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ആക്കുകയാണ്. ബൈ.